ഇവിടെ നല്ല സ്പെഷ്യൽ നമുക്ക് നല്ല കപ്പയുണ്ട്, 3-4 സൈസുണ്ട്. പിന്നെ ഇത് മധുരക്കിഴങ്ങുണ്ട്, അടുത്ത ചേന കാച്ചിലുണ്ട്, ചേമ്പില്ല കാച്ചിലേ ഉള്ളൂ. കപ്പ, കിഴങ്ങ്, ഉരുളക്കിഴങ്ങ്, മധുരക്കിഴങ്ങ്. ഉരുളക്കിഴങ്ങല്ല, ഇതൊരു മധുരക്കിഴങ്ങിന്റെ വെള്ളയാണ്, മധുരം കാണത്തില്ല. നനകിഴങ്ങ്, ഇതാണ് മധുരക്കിഴങ്ങ്, ഇത് നനകിഴങ്ങ്, കപ്പ, ഇതാ കാച്ചില്. എല്ലാവരും കൂടെ ചേർന്ന് ചെയ്യണ ഞണ്ട് കറി എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഞണ്ട് റോസ്റ്റ് അല്ലേ ഞങ്ങളെ? ഞങ്ങൾ റോസ്റ്റ് ബൈ കുക്ക് വിത്ത് അനിലങ്കിള്, പിന്നെ സപ്പോർട്ടിങ് സ്റ്റാഫ് ദാസ് കോന്നി, പിന്നെ വാര്യപുരം സ്പെഷ്യലിസ്റ്റ് വാസുകുട്ടി അങ്കിൾ, എല്ലാവരും കൂടെ ചേർന്നുള്ള അതിമനോഹരമായിട്ടുള്ള ഞണ്ട് കറിയാണ് ഇവിടെ ഉണ്ടാക്കുന്നത്. ഞണ്ട് റോസ്. അപ്പോൾ ഇവിടെ തകർത്ത കുക്കിംഗ് ആണ്, എല്ലാവരും ഇവിടെ ചേർന്നുള്ള തകർത്ത കുക്കിംഗ് ആണ്. അവിടെ കുരുമുളക് പൊടിക്കുന്നു, നാരങ്ങ കട്ട് ചെയ്യുന്നു. ഇവിടെ ഒരാൾ ഞണ്ട് കറി ഉണ്ടാക്കാൻ വേണ്ടി കണ്ടുപിടിക്കാൻ വേണ്ടി ഒരാൾ സപ്പോർട്ടിങ്. ഗ്ലാസ് കട്ട് ചെയ്ത് ചാടരുത്, ഷോയ്ക്ക് പോകരുത്. അപ്പൊ അങ്ങനെ അത് മൂടി വയ്ക്കാൻ വേണ്ടി സ്പെഷ്യലായിട്ട് വാഴയില വെട്ടാൻ പോവുകയാണ്. അപ്പം നമുക്ക് നല്ല വാഴയില വെട്ടിയെടുക്കാം. വാഴയില വെട്ടി അതിലിട്ട് കഴിഞ്ഞാൽ അതിന് കുറച്ചും കൂടെ ടേസ്റ്റ് വേണം. അത് തന്നെ കറിക്ക് ടേസ്റ്റ് ഏറ്റവും കൂടുതൽ എന്ന് പറയുന്നത് വാഴയിലയാണ്. അപ്പോൾ ഇവിടെ അങ്കിളിന് ഇവിടെ നിന്ന് റബ്ബറുണ്ട്, അപ്പോൾ അങ്ങനെ റബ്ബർ ഷീറ്റൊക്കെ ഇവിടെ ഇട്ടിട്ടുണ്ട്. അങ്കിളത് വാഴയില വെട്ടാൻ വേണ്ടി പോവുകയാണ്. അതേതാണ്, ഏത്തനാണ് ഞാലിപ്പൂവനാ? ഞാലിപ്പൂവൻ, ആ കണ്ണൻ കണ്ട. അതല്ലാതെ തന്നെ ഇവിടെ വേറെ മറ്റ് കൃഷികളൊക്കെ ഉണ്ട്, ആണല്ലേ. കണ്ടോ വലുതുണ്ട്. ഇതേ കുമ്പളമാണോ മത്തനാണോ? കുമ്പളം വന്നിട്ടുണ്ടോ? പൂവൊക്കെ വന്നിട്ടുണ്ടോ? അവിടെ ഉണ്ടോ? കുമ്പളം വല്ലതും ഉണ്ടോ താഴെ? ഇല്ല, ഇപ്പോൾ ഉണ്ടോ കാ? ഞങ്ങളെ ഇപ്പോൾ ഉണ്ടോ? കാ വല്ലതും ഉണ്ടോ? എവിടെ ഇരിക്കുന്നത്? പൂ മാത്രമല്ലേ കണ്ടോളൂ. ഇവിടെ നോക്കട്ടെ മത്തൻ്റെ ഒക്കെ. ആഹാ, സൂപ്പർ മത്തന് ഇതാ ഇവിടെ കാ വന്നിട്ടുണ്ട്. ആ സൂപ്പർ. അപ്പം അങ്ങനെ കുമ്പളമൊക്കെ ഉണ്ട്. അപ്പോൾ അങ്കിളും ഇതാണ് വാഴയിലൊക്കെ നല്ല വെട്ടി ഇതാ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ വാഴയിലാണ് ഇനി വെച്ച് മൂടാൻ പോകുന്നത്.
വെട്ടിയ വാഴയിലാണ് വെക്കാൻ വന്ന അങ്ങനെ കിടക്കട്ടെ. ഞാനും ഈ രണ്ടിനും അടപ്പ് വാങ്ങിച്ചു. ഇതിനും അങ്ങനെ ആൻറ്റി ഇവിടെ കാച്ചിൽ നന്നായിട്ട് വാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമ്മളെ തന്നെ കാണുന്നതാണ് ഏറ്റവും നല്ല രസം. കാച്ചിൽ ആരെ കണ്ടില്ല, അപ്പോൾ ഇനി എല്ലാവരും കാണുന്നതാണ് പറയുന്നത്. അപ്പോൾ കാച്ചിലെല്ലാം നമുക്ക് നന്നായിട്ട് വാഷ് ചെയ്ത് പിന്നെ ഉള്ളത് അത് ഇതേതാണ്? ഇത് നനകിഴങ്ങ്. ഓക്കെ ഓക്കെ. അപ്പോൾ നനകിഴങ്ങ് റെഡി, ഉരുളക്കിഴങ്ങ് റെഡി, കാച്ചിൽ റെഡി. ഒരാളവിടെ ഇമ്പോസിഷൻ തരുമെന്നാണ് പറഞ്ഞേക്കുന്നത്. പറഞ്ഞ കാര്യം തെറ്റിക്കഴിഞ്ഞ് ഇമ്പോസിഷനാണ്. ഒരാളിവിടെ നിന്നുണ്ട് കണ്ടില്ലേ, യൂട്യൂബ് കണ്ടുകൊണ്ടിരിക്കുകയാണ്, കാർട്ടൂൺ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കാർട്ടൂണാണ്. മൊബൈലിന്റെ ശീലം കുറേശ്ശെ പെട്ടെന്ന് എത്ര വർഷങ്ങൾക്ക് ശേഷം മണ്ണെണ്ണ വിളക്ക് കത്തിക്കുന്നത് കാണണം. കട്ടി ഫുള്ളായിട്ട് കട്ട് ചെയ്ത് മാംസം മാത്രമായിട്ട് നമ്മളിന്ന് അടുപ്പിലാണ് നമ്മൾ ഫുള്ളായിട്ട് കാച്ചിലൊക്കെ വെക്കുന്നത്. കത്തോളം ചെയ്യുമ്പോൾ ഒരു ഗ്രാമം എടുത്ത് കത്തിച്ച് കത്ത് വന്നാൽ ഇത്രയും കറി എങ്ങനെയായിട്ട് എല്ലാവരും വീട്ടിൽ ഞാൻ എത്തിക്കട്ടെ. നമ്മള് പറയുന്ന പറയും. പിന്നെ അവരുടെ ഇഷ്ടമാണ്. വ്യത്യാസമൊന്നുമില്ല, നീ അടിച്ചു. ഇത് പിന്നെ നമ്മുടെ ഇതിലുള്ളതല്ല, എക്സ്ട്രാ ഇവിടെ വന്നു കഴിഞ്ഞാൽ ചോദിക്കുന്നത്. അറിയാമോ ഇന്നലെ അത്യാവശ്യം ഉണ്ടെങ്കിൽ എത്രയും വേണം? ആയില്ലേ? തിളച്ചില്ല. ഞാൻ മലയാളം പഠിച്ചിട്ടേ പേടി കൊണ്ട് ആരുമേ പോരായ്മയോ. അപ്പം അരിയാൻ മതിയായിട്ടില്ലേ? അപ്പം നമ്മുടെ രണ്ട് കറി ഒരു 80% ആയിട്ടുണ്ട്.
കംപ്ലീറ്റഡ് 99% ആയിട്ടുണ്ട്. ഇനി മല്ലിയിലയിട്ട് കുറച്ച് ഡെക്കറേഷൻ ഉണ്ട്. ഡെക്കറേഷനും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിങ്ങനെയൊക്കെയാണ് പറയുന്നത്. അതുകൂടെ കഴിയുമ്പോൾ ആള് റെഡി. വെള്ളം പോന്നേ. ചുമ്മാ കൈ കൊണ്ട് പിച്ച് പിച്ച് വരണം. അങ്ങനെ നമ്മുടെ അവസാനത്തെ ഡെക്കറേഷനൊക്കെ റെഡിയാവുന്നുണ്ട്. ഗാർണിഷ് ഡെക്കറേഷൻ ഇവിടെ ഇമ്പോസിഷൻ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എല്ലാരും കൂടെ ചേർന്ന് എനിക്ക് ഇമ്പോസിഷൻ തരാൻ വേണ്ടിയുള്ള പ്ലാനാണ്. എടുക്കുക. എല്ലാവരും കൂടെ ചേർന്നുള്ള ഞണ്ട് കറി ഇപ്പോൾ ഒന്ന് പ്രിപ്പയർ ആയിട്ടുണ്ട്. ഇനി കഴിച്ചാൽ മാത്രം മതി. അങ്കിളുണ്ട്, പപ്പയുണ്ട്, അനിലങ്കിളുണ്ട്, ദിവ്യ, ആൻറ്റിയുണ്ട്. ആൻറ്റിയാണ് മെയിൻ ആയിട്ടുള്ള ഇതിലെ ഫേവറേറ്റ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻ ഷെഫാണ്. കാച്ചില് പിന്നെ അങ്ങനെ അവിടെ ബാക്കിൽ അങ്ങനെ അപ്പുറത്ത് മാറിയിരിക്കുകയാണ്. പിന്നെ ഇതിലൊന്ന് കാച്ചില്, പിന്നെ കപ്പ, അങ്ങനെ പിന്നെ നനകിഴങ്ങ്, ഉരുളക്കിഴങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പണിഷ്മെന്റ് ചെയ്യും. ഇമ്പോസിഷൻ എല്ലാവരും റെഡിയായിട്ടുണ്ട്. അപ്പൊ എല്ലാവർക്കും ഒരു ബൈ പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ.